ഹായ്, ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സ്കിൻ കെയർ ടിപ്സാണ്. അതിനായിട്ട് ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അതായത് നമ്മുടെ ഫേസിലുള്ള ഈ കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്സാണിത്. ഇതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഒരു തക്കാളിയുടെ പകുതി, പിന്നെ കുറച്ച് കോഫി പൗഡറും. ഈ തക്കാളി കോഫി പൗഡറിലേക്ക് തൊട്ടിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 3 മിനിറ്റോളം നമ്മൾ ഈ സ്ക്രബിങ് തുടരുക. നമ്മളുടെ ഫേസിലുള്ള ഈ പിമ്പിൾസിൻ്റെയൊക്കെ ബ്ലാക്ക് സ്പോട്ടുകൾ അങ്ങനെയൊക്കെ മാറാനായിട്ട് ഒരുപാട് കുറയാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഹെൽപ്പ് ചെയ്യും. സൺ ടാനൊക്കെ അടിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാനിത് ഒരുപാട് തവണ ഫേസിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. മാക്സിമം നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ്. കാരണം എനിക്ക് കോസ്മെറ്റിക് ഒന്നും അധികം ഉപയോഗിക്കാൻ പറ്റില്ല, അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ. വീട്ടിലുള്ള ഈ പ്രോഡക്റ്റ്സൊക്കെ തന്നെയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ നമ്മൾ ഫേസിലേക്ക് എന്ത് തന്നെ അപ്ലൈ ചെയ്താൽ അത് നമ്മളുടെ കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആ ബാലൻസ് വന്ന ആ തക്കാളി നമുക്ക് കയ്യിലും ഇതുപോലെ സ്ക്രബ് ചെയ്യാവുന്നതാണ്. കയ്യിൽ സ്ക്രബ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഇപ്പം ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ അതേ സെയിം കോഫി പൗഡർ മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. വളരെ നല്ലൊരു റിസൾട്ട് തന്നെയാണ്. കുറച്ച് നേരം നമുക്ക് രണ്ട് കൈയിലും ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈയും വാഷ് ചെയ്യാവുന്നതാണ്. നല്ലൊരു മാറ്റം നമുക്കതിൽ നിന്ന് മനസ്സിലാവാൻ സാധിക്കും. കണ്ടില്ലേ, ഇതൊരു നിറവ്യത്യാസം നമുക്കതിൽ തന്നെ മാറുന്നത് കാണാൻ സാധിക്കും. നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. ഇപ്പം ഞാൻ ഇത് വാഷ് ചെയ്തു. കോഫി പൗഡർ വാഷ് ചെയ്തിരിക്കുകയാണ്. നമ്മളെപ്പോൾ നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്താലും നമ്മൾ ചെറിയൊരു മാസ്ക് ഫേസിന് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫേസിലൊരു ചെറിയൊരു മാസ്ക് തയ്യാറാക്കാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് കടലമാവാണ്. കടലമാവും പാലും കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഞാൻ വൈറ്റമിൻ ഇ ടാബ്ലറ്റിനകത്തുള്ള ലിക്വിഡാണ് ഞാനിതിൽ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കടലമാവ് പാല് നിർബന്ധമാണെന്നില്ല. തൈര് വേണമെന്നുള്ളവർക്ക് തൈര് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ വേണമെങ്കിലും മിക്സ് ചെയ്യാവുന്നതാണ്. ഇതെനിക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം പിമ്പിൾസ് വരുന്നത് കൊണ്ട് ഞാൻ റോസ് വാട്ടർ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഒരു ക്രീമി പരുവത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ, എങ്കിലും നമുക്ക് ഫേസിലത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി പാല് ചേർത്തൊരു ക്രീമി രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതുപോലെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്യുന്ന താഴേന്ന് മുകളിലേക്ക് വേണം അപ്ലൈ ചെയ്യാൻ. ഫേസിലും കഴുത്തിലും നല്ലതുപോലെ ആ പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനും, അതിനകത്ത് നമ്മൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അതിൻ്റെ ലിക്വിഡ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും നല്ലതാണ്. ഇനി 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മാസ്ക് നമ്മളുടെ ഫേസിലേക്ക് അപ്ലൈ ആവാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
നല്ലതുപോലെ നമ്മളെ ഫേസിലേക്ക് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഫേസ് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സ്കിന്നൊക്കെ വലിയുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് കണ്ടില്ലേ, നല്ല ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. എനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാക്കാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കൈകൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് സ്ക്രബ് ചെയ്തതിന് വേണ്ടിയിട്ട്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യുക. റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക.